ഹായ് ഹലോ വിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നുവരെ നമ്മൾ ചെയ്തിട്ടില്ല എല്ലാ ടോപ്പിക്കിലും ഇപ്പോൾ ഒരു വ്യക്തിക്ക് അറിയേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ടാകാം. പലരും നമ്മളോട് എന്താ പറയുക കരിയറിനെയോ അതിനെ പറ്റിയൊക്കെ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ ഹെൽത്ത് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, മണി ആയിക്കോട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഇങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ ഒരൊറ്റ കാർഡ് ഷഫിൾ ചെയ്യും. ഒരൊറ്റ കാർഡിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലൊരു ചോദ്യം അത് എന്തായിട്ടും ഞാനപ്പോൾ അതിൻ്റെ ആ കാർഡിൻ്റെ എനർജി പറയാം. ഇപ്പോൾ അതിന് നിങ്ങളൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിന് യെസ് ആണോ നോ ആണോ, ഒരുപക്ഷെ മേ ബി എന്നായിരിക്കാം വരുന്നത്. അതിലെന്താ വരുന്നതെന്ന് ഞാൻ പറയാം. അപ്പോൾ എന്താണ് അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചിന്തിക്കേണ്ടതെന്നോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഹെൽത്ത്, കരിയർ, മണി, റിലേഷൻഷിപ്പ്. ഓക്കെ, കരിയറിൽ ജോബും വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക. നല്ലപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണോ, ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹെൽത്താണ്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യത്തിനെ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാം. ഞാൻ ആ ഒരു ഇതിലാണ് ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെയോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെയോ അങ്ങനെ ആരുടെ ഹെൽത്തിൻ്റെ ഒരു ഇഷ്യൂ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യത്തിന് എന്താണ് നമുക്ക് കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ ആ ഹെൽത്തിൻ്റെ കാര്യത്തിൽ എന്താണ് കാർഡിൽ വരുന്നത് എന്ന് നോക്കാം. നല്ലപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. നല്ല രീതിയിൽ അത്തരം ആ ചോദ്യത്തിനെ പറ്റി ആലോചിക്കുക. കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക. ഞാൻ കാർഡ് ഷഫിൾ ചെയ്യാം. ഹെൽത്ത് സംബന്ധമായിട്ട് നമുക്ക് കിട്ടുന്ന കാർഡിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ഞാൻ പറയാം. ഓക്കെ, ഹെൽത്ത് എന്നുള്ളൊരു ഇത് ഒരുപക്ഷെ ഒരു ടോപ്പിക്കായിട്ട് ഇപ്പോൾ ഒരു ഹെൽത്ത് എന്നൊരു ടോപ്പിക്കിൽ ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ടുള്ള ആൾക്കാണെങ്കിൽ അതിൻ്റെ ആൻസർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മേ ബി എന്നാണ്. മേ ബി എന്ന് പറഞ്ഞാൽ യെസ്സും അല്ല നോയും അല്ല, അത് നമുക്ക് അനുകൂലമല്ല. എന്ത് തന്നെയാണെങ്കിലും ഒരു ഉറപ്പില്ലാത്തൊരവസ്ഥ, അതിനെയാണ് അത് പറയുന്നത്. റിവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. 7 എന്ന് പറഞ്ഞൊരു നമ്പർ ഏതെങ്കിലും തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം നിങ്ങൾ ഉദ്ദേശിച്ചതിൽ. ഒരു അലൈൻമെൻറ്റ്, ഒരു പേഴ്സണൽ വാല്യൂസൊക്കെ കൊടുക്കുന്നൊരു സമയം, ഒരു എന്താണോ നിങ്ങളുടെ ഒരു പർപ്പസ് അതിലേക്ക് നിങ്ങൾ നല്ല രീതിയിൽ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ ഒരു അസുഖം, ഹെൽത്ത് സംബന്ധമായ അസുഖം ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് നമ്മൾ ചികിത്സ തേടുന്നില്ല എന്നർത്ഥം. ഒരുപക്ഷെ സാമ്പത്തികപരമായിട്ടുള്ള ഇഷ്യൂ കൊണ്ടായിരിക്കാം, മടി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മുറി വൈദ്യം കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കാം, പിന്നെ കാണിക്കാമെന്ന് പറയുന്നതാകാം, പേടി കൊണ്ടാകാം, അങ്ങനെ എന്തൊരു കാര്യമാകാം. ഒരുപക്ഷെ നമ്മുടെ ആ ഒരു സംഭവം നമ്മളിലുണ്ട് എന്നറിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെപ്പറ്റി പേടിച്ച് ടെൻഷൻ അടിച്ച് എന്തിനത് അപ്പോൾ നോക്കണ്ട എന്നൊരു രീതിയിലുള്ളവരുണ്ടാകാം. ഞാനൊക്കെ അത്രയാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്കൊരു കൺഫ്യൂഷനാണ്. ഇതായിരിക്കോ മറ്റുള്ളവർക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷെ ചെക്ക് ചെയ്യാൻ പോകാനോ അതിനൊന്നിനും തയ്യാറോ ഇതാവുന്നില്ല. പിന്നെ വളരെ കാലങ്ങളായിട്ടുള്ള അസുഖങ്ങൾ, അതിൽ സഫർ ചെയ്യുന്നവരൊക്കെ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാകാം. എന്താ പറയുക, ഇത് പല രീതിയിലേക്ക് ഇപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ആ ചികിത്സ തേടിയില്ലെങ്കിൽ അത് മറ്റു വഴികളിലേക്ക് മാറിപ്പോകാനുള്ളൊരു സാധ്യതകൾ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് സ്വന്തം ശരീരം നമ്മൾ ശ്രമിക്കുക. അതിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും ആ റിലേഷൻഷിപ്പ് കൊണ്ടും നമ്മുടെ ശരീരം എന്താ പറയുക ഇതാവാം. നമുക്ക് പലതരത്തിലുള്ള ഇത് വരാം, ഡ്രഗ്സ് അല്ലെങ്കിൽ ആൽക്കഹോൾ, അങ്ങനെ പലതരത്തിലുള്ള അഡിക്ഷൻസ് വരാം. പല രീതിയിൽ നമ്മുടെ ശരീരത്തിനെ ഇത് നമുക്ക് ജോലിയില്ലാത്ത അവസ്ഥ, ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഈ ഹെൽത്തും റിലേഷൻഷിപ്പും കരിയറും മണി ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാൾ പൂർണ്ണമായിട്ട് പോകുന്നുള്ളൂ. ഓക്കെ, പോകാൻ സാധിക്കുന്നുള്ളൂ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഹെൽത്തിലെ ഇതിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടും ഒളിച്ചു വെക്കുന്നവരൊക്കെ ഉണ്ടാകാം. എന്താ പറയുക, തീർത്തും ഒരു കൺട്രോളൊക്കെ ഒരു നഷ്ടപ്പെട്ട ഒരവസ്ഥ, അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കാർഡിൽ. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ നോക്കുക. നിങ്ങളുടെ ഹെൽത്തിനെ പറ്റി കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു വിഷയത്തിലാണ്, ആരെ പറ്റിയാണോ എന്തിനെ പറ്റിയാണോ ചിന്തിച്ച് അതിൻ്റെ ഒരു അവസ്ഥ അത്ര കറക്റ്റായിട്ടുള്ളൊരു ഇതല്ല.
യെസ്സും അല്ല നോയും അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനിന്മേ പോലെ മേ ബി എന്നൊരു ആൻസറുമാണ് വരുന്നത്. സ്കോർപിയോ എന്ന സോഡിയക് സൈനും ആ ഒരു കാർഡിൻ്റെ എനർജിയിൽ പറയുന്നുണ്ട്. റിവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഉത്തരം മേ ബി എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് പിന്നെ നമ്മൾ പറഞ്ഞു, ഇത് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ ആ ടൈമിൽ ചിന്തിക്കുന്നു, ഞാനിവിടെ കാർഡ് ഷഫിൾ ചെയ്യുന്നു. നിങ്ങളുടെ വ്യക്തമായൊരു എനർജി കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. ഞാൻ ഇവിടെ നിങ്ങൾ എന്താണ് ചിന്തിച്ചതെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ആ ഒരു കാര്യത്തിലാണ് നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, ഇത് ജനറലാണ്, ടൈംലെസ് ആണ്, എപ്പോൾ വേണമെങ്കിലും കാണാം. ഏത് സമയത്താണ് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഒന്നിനെ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട, പ്രത്യേകിച്ച് നെഗറ്റീവിനെ. ഓക്കെ, പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് അതിൽ കോൺടാക്ട് ചെയ്യാൻ. ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി, നമ്മൾ ഡീറ്റെയിൽ അയച്ചു തരും. താല്പര്യമുണ്ടെങ്കിൽ റീഡിംഗ് എടുക്കാം. നിങ്ങൾ പണം അടച്ച് ഒരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ നിങ്ങളെ തിരിച്ചങ്ങോട്ട് കോൾ ബാക്ക് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് ഓൺ കോളിൽ നമ്മൾ കാർഡ് എടുത്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ കാര്യങ്ങൾ പറയും, ഗൈഡൻസ് പറയും. ഓക്കെ, പിന്നെ നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും. സന്തോഷിപ്പിക്കലല്ല ഉദ്ദേശം. നിങ്ങളെ ചോദിക്കുന്ന ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള എനർജി എന്താണ് ആ കാർഡിൽ വരുന്നത് അത് പറഞ്ഞു തരാം. പിന്നീടുള്ളത് നിങ്ങളുടെ തീരുമാനങ്ങളാണ്. ഓക്കെ, നിങ്ങൾ ടാരറ്റിലേക്ക് എത്തിയത് അത്തരം ഒരു കാര്യം കൊണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ കുറേ പേരുണ്ടായിരുന്നല്ലോ റീഡിങ് എടുക്കാൻ. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നത് അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കിട്ടി അറിഞ്ഞതിൽ നിന്നൊരു തിരിച്ചറിവാണ് നമ്മളിത്. ഗൈഡൻസ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ ഒന്ന് ഓക്കെ സംഭവിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ നടത്താം. അതിനാണ് ഗൈഡൻസ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. വല്ലാത്തൊരു സാഹചര്യത്തിലിരിക്കുമ്പോൾ എന്താ പറയുക, ആ സാഹചര്യത്തിന് നമുക്ക് ഓവർകം ചെയ്യണം. അല്ലാതെ നമ്മളവിടെ എല്ലാം അവസാനിപ്പിച്ചിട്ട് ആത്മഹത്യ ചെയ്തിട്ടോ വിഷമിച്ചിരുന്നിട്ടോ ആ സാഹചര്യം ഒരിക്കലും മാറുന്നില്ല. അതവിടെ തന്നെയുണ്ട്. അതിനെ ഓവർകം ചെയ്തു പോകുക, അത് മാത്രം ചിന്തിക്കുക. നെക്സ്റ്റ് നമുക്ക് കരിയർ നോക്കാം. കരിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കരിയർ സംബന്ധമായിട്ടുള്ളത്, ജോബ്, അങ്ങനെ എന്തൊരു കാര്യത്തിനെ പറ്റി ചിന്തിക്കാം. വിസ, അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾക്കറിയാലോ ആ റിലേറ്റഡ് ആയിട്ട് വരുന്നത്, ജോലി സംബന്ധമായിട്ട് വരുന്നത്. ഓക്കെ, പാഷനായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാം. എന്തിനെ പറ്റിയാണെങ്കിലും നിങ്ങൾ ചിന്തിക്കാം. നിങ്ങൾ ചിന്തിക്കുമ്പോൾ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക, നല്ലപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. നല്ല രീതിയിൽ ആ ഒരു ചോദ്യത്തിനെ പറ്റി നിങ്ങൾ യൂണിവേഴ്സിനോട് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് നമുക്ക് ഈ കാർഡ് വഴി കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. ഓക്കെ, നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും, റിവേഴ്സ് കാർഡൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ നിങ്ങൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യുക. ഓക്കെ, നമുക്ക് രണ്ടാമത് ഈ കരിയറിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിക്ക് എന്താണ് വരുന്നത്? യെസ് ആണോ, നോ ആണോ, മേ ബി ആണോ, എന്താണ് ആ കാർഡിൻ്റെ വരുന്ന എനർജി എന്ന് നമുക്ക് നോക്കാം. ഞാൻ കാർഡ് ഷഫിൾ ചെയ്യാം. നമുക്ക് 2 കാർഡ് വന്നിട്ടുണ്ട്. 2 നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു കരിയർ സംബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാർഡിൻ്റെ ആൻസർ യെസ് എന്നാണ്. ഓക്കെ, ഈ 2 കാർഡും വീണിരിക്കുന്നത് നേരെ തന്നെയാണ്, യെസ് എന്നാണ്. ഇതിപ്പോൾ ഇതിങ്ങനെ വൈകാനുള്ളൊക്കെ ഒരു കാരണം നിങ്ങളുടെ കർമ്മ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. നിങ്ങളുടെ കുറേ കാര്യങ്ങൾ ശരിയാവാനുണ്ടാകാം, ശാരീരികവും മാനസികവും അല്ലാതെ നിങ്ങളുടെ ചുറ്റുപാടും മൊത്തം കാര്യങ്ങളൊക്കെ മാറി ഒരു കറക്റ്റായിട്ടുള്ള ഒരു പ്ലേസിൽ എത്തുമ്പോഴായിരിക്കാം നിങ്ങൾക്ക് ആ ജോലി കിട്ടേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ജോലിയെ പറ്റിയൊക്കെയാണ് ചിന്തിച്ചെങ്കിൽ അങ്ങ് നിങ്ങൾക്ക് കിട്ടുമോ എന്ന ഒരു ചോദ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യെസ് എന്ന് തന്നെയാണ് അതിൻ്റെ ആൻസർ. 14 എന്നൊരു നമ്പർ വരുന്നുണ്ട്, 8 എന്നൊരു നമ്പർ വരുന്നുണ്ട്. 8 മാസമാവാം, 8 ദിവസമാവാം, 8 ആഴ്ചയാവാം, എന്തോ ആവാം, മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ നമ്പേഴ്സിന് ഒരുപാട് പ്രാധാന്യമുണ്ട് നിങ്ങളുടെ ഇതിൽ. വളരെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് എടുക്കുന്ന ഒരു ആക്ഷൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോൾ ഒരു പ്രസൻറ്റ് കരിയർ സിറ്റുവേഷൻ വളരെ പെട്ടെന്നുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്, ഒരു സ്വിഫ്റ്റ് ചേഞ്ച്, വളരെ പെട്ടെന്നുള്ളൊരു ചേഞ്ച്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വളരെയധികം നല്ലതാണെന്ന് തന്നെ പറയാം. മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് വളരെ പെട്ടെന്ന് വർക്കാവാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ട് പറയുന്നുണ്ട്. വളരെ പെട്ടെന്ന് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളെ വിജയങ്ങളിലേക്ക് നയിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ളത്, അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വിസയുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അതേപോലെ വിസ കുറേ നാളായിട്ട് പൈസ കൊടുത്തിട്ടുണ്ട്, ഇന്ന് പോകും നാളെ പോകും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് സഡൻലി നമ്മൾ അതിനെപ്പറ്റി മറന്നിരിക്കുന്നൊരവസ്ഥയിൽ നമുക്കത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്നുണ്ട്. ഒരു ട്രാവൽ അത്തരം കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നുണ്ട്. നമുക്ക് പോകാൻ പറ്റില്ല എന്ന് കണ്ടത്, ലീവ് കിട്ടില്ല എന്ന് കണ്ടത്, അങ്ങനെ എല്ലാ തരത്തിലും വളരെ പോസിറ്റീവായിട്ടുള്ള സാജിറ്റാരീസ് എന്നൊരു സോഡിയക് സൈൻ. ആ 2 കാർഡിലും അത് തന്നെയാണ് വന്നിട്ടുള്ളത്, സാജിറ്റാരീസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ടെമ്പറൻസ് കാർഡാണ്, അതൊരു പാസ്റ്റ് ലൈഫിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡുകൾ കാര്യങ്ങളൊക്കെയാണ്.
അപ്പോൾ വളരെ പെട്ടെന്നൊരു മാറ്റം വരുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. 2 കാർഡ് വീണു. 2 കാർഡിൽ നമുക്ക് യെസ് ആണ് കിട്ടിയത്. അതും കറക്റ്റായിട്ടാണ്, റിവേഴ്സ് ഒന്നല്ല വീണത്. അപ്പോൾ കരിയറിൽ വളരെയധികം നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നു, നിങ്ങളുടെ ലൈഫിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നു എല്ലാ തരത്തിലും. ജോലിനാണെങ്കിലും ഇപ്പോൾ 2 ജോലികൾ ചെയ്യുന്നവരുണ്ട്, ഞാൻ ബാലൻസ് ചെയ്ത് നല്ല രീതിയിൽ ഏൺ ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതാകും. ഒരു ഹാർമണി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഒരു ക്ഷമ, നിങ്ങൾ ഇത്രയും നാൾ കാണിച്ച ക്ഷമയ്ക്കുള്ള ഇപ്പോഴും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ക്ഷമ കാണിക്കുക, നിങ്ങൾക്ക് അത് ലഭിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടിരിക്കുക, സെൻസിബിളായിട്ടിരിക്കുക. ഓക്കെ, ഒരു പർപ്പസ്, എന്താ ഞാൻ പറഞ്ഞില്ല, ഒരു സമയമുണ്ട് ആ ടൈം ആകുമ്പോൾ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കിത്, ഈ വീഡിയോ വേണമെങ്കിൽ എനിക്ക് 1 കൊല്ലം മുമ്പ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞ് ചെയ്യാം, ഇന്നലെയും ചെയ്യാം, നാളെയും ചെയ്യാം. പക്ഷേ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അറിയില്ല, ഇപ്പോഴായിരിക്കും ഞാനത് പറയേണ്ട സമയം എന്ന് പറയുന്ന പോലെ ഒരു സമയമുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു മീനിങ് എന്താണ് എന്നൊക്കെ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വില മനസ്സിലാകുന്നുണ്ട്. എല്ലാ തരത്തിലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ കാർഡുകളിൽ പറയുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. കരിയർ നല്ലൊരു വളരെ പോസിറ്റീവായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണെന്ന് പറയാം. പിന്നെ അടുത്ത ഒരു ടോപ്പിക്ക് നമ്മൾ പറയുന്നത് മണി, പണമില്ലാതെ ആർക്കും പറ്റില്ല. ഇപ്പോൾ നമ്മുടെ അടുത്ത് റീഡിങ് എടുക്കാൻ തന്നെ വരുമ്പോൾ പലരും പറയുന്നുണ്ട് പൈസ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. പൈസ കൂടുതലാണെന്ന് പറയുന്നത് ഞാൻ അത്രയും ടൈം അതിന് വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇതുണ്ടാകാം. ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റീഡിങ്ങേ ചെയ്യുന്നുള്ളൂ. ചിലപ്പോൾ എൻ്റെ അഹങ്കാരം എന്നും പറയാം, അത് മറ്റുള്ളവർക്ക് അഹങ്കാരമായിരിക്കും, എനിക്ക് സമയമില്ലാണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ പണം, ഈ ഒരു കാര്യം നമ്മളെ ബാധിക്കുമ്പോൾ നമ്മുടെ ലൈഫിനെ മൊത്തം, പ്രണയം വേണമെങ്കിൽ പണം കൊണ്ട് തകർന്നു പോവാം, കരിയറും എല്ലാം. ഈ ഒരു പണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ മൊത്തത്തിൽ വേണ്ട ഒരു കാര്യമാണ്. ഓവറായിട്ടല്ലെങ്കിലും അത്യാവശ്യത്തിന് നമുക്ക് വേണം, എന്തൊരു കാര്യത്തിനാണെങ്കിലും, മുന്നോട്ട് ജീവിക്കാനും എന്തൊരു കാര്യത്തിനാണെങ്കിലും. അപ്പോൾ ആ ഒരു മണി മാറ്ററിൽ ഏതൊരു കാര്യത്തിനെ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്കിപ്പോൾ കിട്ടാനുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സൊസൈറ്റിയിൽ നിന്ന് എവിടെ നിന്ന് ലോൺ എടുത്തോ, അത് അടയ്ക്കാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ പിന്നെന്താ പറയുക, നിങ്ങൾ കൊടുത്ത കാശ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുമോ, അങ്ങനെ ഏതൊരു ക്വസ്റ്റ്യനായിട്ടും മണി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചിന്തിക്കാം. തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തിരിക്കുക, അതിനിടയ്ക്ക് മറ്റ് ജോലികളൊന്നും ചെയ്യാതിരിക്കുക. ഇപ്പോൾ നിങ്ങളത് കേട്ടു, അപ്പോൾ ജോലി ചെയ്യുന്നൊരു സമയമാണെങ്കിൽ ഓക്കെ, നമുക്കത് പിന്നെ കേൾക്കാം, അപ്പോൾ ആ സമയത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നൊരു രീതിയിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഒന്നിനെയും നിങ്ങൾ ഇതെടുക്കണ്ട, ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്തരം ഒരു ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മണി മാറ്ററിൽ നോക്കാം. ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തിരിക്കുക, ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനെ പറ്റി ചിന്തിച്ചിട്ട് നിങ്ങൾ വീഡിയോ തുടർന്ന് കാണാം. ഞാൻ കാർഡ് ഷഫിൾ ചെയ്യാം. മണി മാറ്ററിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനുള്ള മറുപടി എന്താണ് വരുന്നത് നോക്കാം. മണി മാറ്ററിൽ കറക്റ്റായിട്ടുള്ളൊരു ഇതാണ് വന്നത്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു മണി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകുമോ, അത് കിട്ടുമോ ഇത് കിട്ടുമോ എന്നൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ അതിനുള്ളൊരു ആൻസർ സത്യം പറഞ്ഞാൽ നോന്നാണ്. കാരണം നമ്മുടെ മണ്ടത്തരം കൊണ്ട് നമ്മൾ പല സ്ഥലത്തും ചതിക്കപ്പെട്ടുണ്ടാവാം, പല സ്ഥലത്തും പലതരം കാരണങ്ങൾ കൊണ്ട്. നമ്മൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ നിഷ്കളങ്കത കൊണ്ട് എന്തും. നിങ്ങളുടെ ആക്ച്വലി ഇനി വേണ്ടത് കാപ്രിക്കോൺ എന്നൊരു സോഡിയക് സൈൻ വരുന്നുണ്ട്, 4 എന്നൊരു നമ്പർ വരുന്നുണ്ട്. നിങ്ങൾ പണം സേവ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് പണം സേവ് ചെയ്യാനാണ്, സംരക്ഷിക്കാനാണ് പറയുന്നത്. സോറി, ദൂർത്തരിക്കലല്ല, മിതമായിട്ട് ചിലവഴിക്കുക. ആവശ്യങ്ങൾ നമ്മളെന്താ പറയുക, അളന്ന് അറിഞ്ഞ് പെരുമാറുക എന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഇത് കൺട്രോളിലാക്കുക. നിങ്ങളുടെ അത്തരം ഒരു പിശുക്ക്, ഒരു മീഡിയം സെമി പിശുക്കുള്ളത് നല്ലതാണെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മണി മാറ്റേഴ്സിന് ഒന്നിനെയും തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ പണത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ പല സ്ഥലത്തും പറയാം, നിങ്ങളൊരു പൈസ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു 100 രൂപ കിട്ടി, നിങ്ങളത് സൂക്ഷിക്കുന്നത് പലരും പല ടൈപ്പിലാണ്. ചിലവർ ശരിക്കും മടക്കി, നമ്മളിപ്പോൾ ബസ്സിലൊക്കെ കൊടുക്കാനുള്ളതാണ്, ഞാൻ കമ്പിയുമ്പോൾ പിടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിക്കൂടെ കൂട്ടി പിടിച്ച് റായൊക്കെ ആക്കി അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം. ചിലർ മടക്കി മടക്കി നേർച്ചപ്പെട്ടിയിലിടുന്ന പോലെ അതിൻ്റെ അകത്തേക്ക് കുത്തിക്കയറ്റാൻ വേണ്ടി വെക്കുന്ന പോലെ, ചിലർ പേഴ്സിൽ ചുരുട്ടി വെക്കുന്ന പോലെ ഉണ്ട്, പേഴ്സിൽ നിന്നൊക്കെ വലിച്ചെടുക്കുമ്പോൾ നോട്ടൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മൾ പണത്തിനെ അങ്ങോട്ട് എന്താ പറയുക, സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ ബഹുമാനിക്കുമ്പോൾ മാത്രമാണ് പണം നമ്മളിലേക്ക് വരുന്നത്. ഞാനൊക്കെ പൈസ വയ്ക്കുകയാണെങ്കിൽ, ഞാനൊരു തിരക്ക് സമയത്താണെങ്കിലും ഞാൻ പൈസ പേഴ്സിൽ വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് അത് വയ്ക്കാൻ ശ്രമിക്കും.
അല്ലെങ്കിൽ പിന്നീട് നമ്മളത് പേഴ്സ് എടുത്ത് നോക്കുമ്പോഴാണെങ്കിലും ഈ നോട്ടിൻ്റെയൊക്കെ ഏതെങ്കിലും അറ്റം അത് 10 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും 500 ആണെങ്കിലും അതിൻ്റെ നോട്ടൊക്കെ വളഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കറക്റ്റാക്കി ഒന്ന് ലെവൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് പേഴ്സിൽ സൈഡിൽ ഒതുക്കി വയ്ക്കുമ്പോൾ ചിലവരുടെ പേഴ്സ് കണ്ടാലറിയാം. അതിപ്പോൾ നമ്മൾ കടയിലൊക്കെ നോക്കുമ്പോൾ വല്ല പൈസയൊക്കെ കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ കാണൽ കുറവായിരിക്കാം, കാരണം എല്ലാം ഗൂഗിൾ പേ ആയതുകൊണ്ടായിരിക്കും. കൂടുതൽ നോക്കുമ്പോൾ ആൾക്കാർ അതിലറിയാം അവരിൽ പണം വരുന്നതും ഇതും. ഇതിൽ കുറേ പേരൊക്കെ വയ്ക്കുന്നത് കുറേ വിസിറ്റിംഗ് കാർഡൊക്കെ വെച്ച് നമ്മളെന്താ പറയുക, നമ്മുടെ ബാക്ക് സൈഡ് ഒന്ന് വീർപ്പിച്ച് കാണിക്കാൻ വേണ്ടി വെക്കുന്ന പോലെ തന്നെ ഉള്ള എല്ലാ വിസിറ്റിംഗ് കാർഡും ഉണ്ടാവും. നമ്മളൊരു പെരുന്നാളിൻ്റെ ഫ്ലവർ ഷോയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് എല്ലാവരും കാർഡ് തരും, അതെല്ലാം എടുത്ത് പേഴ്സിൽ വയ്ക്കുന്ന പോലെയാവും. അപ്പോൾ നമ്മൾ ഈ ആവശ്യമുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മളിൽ പണം സേവ് ചെയ്യുന്ന ഒരാളാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ഏകദേശം ഒരു കാര്യം, നമ്മൾ ആ പേഴ്സ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പേഴ്സ് അതിൽ ഇത്രയും വർഷമായിട്ട് മാറാതിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മൾ ആദ്യം നോക്കുക. ചിലപ്പോൾ നമ്മൾ പണ്ട് വെച്ചാൽ അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ആ പേഴ്സിൽ അന്ന് വാങ്ങി വെച്ചാൽ വിസിറ്റിംഗ് കാർഡ് നമ്മൾ പിന്നെ അവിടെ പോകുന്നുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, വെറുതെ സൂക്ഷിക്കുക. അത്തരം കാര്യങ്ങളെല്ലാം മാറ്റുക. ആവശ്യമുള്ളത് മാത്രം പേഴ്സിൽ സൂക്ഷിക്കുക. എന്താ പിന്നെ പറയുക, നമ്മൾ പണം ഇതേപോലെ നമ്മൾ സൂക്ഷിക്കാം. പണം നമ്മൾ ദൈവമായിട്ട് കാണുക, അത്തരത്തിലൊക്കെ കാണുക. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തന്നെ സേവ് ചെയ്യണം, ഏതെങ്കിലും തരത്തിൽ സേവ് ചെയ്യുക, അതിനാണ് പറയുന്നത്. അല്ലാതെ നിങ്ങളിലേക്ക് മറ്റിപ്പോൾ നിങ്ങളൊരു ചോദ്യമോ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിൽ അതിനുള്ളൊരു ഉത്തരം ക്ലിയർ ആയിട്ടുള്ളൊരു നോയാണ്. ഞാനത് നിങ്ങളോട് പറയാൻ മടിയൊന്നും കാണിക്കുന്നില്ല, കാരണം ഞാൻ കാർഡ് ഷഫിൾ ചെയ്തു, ജനറൽ റീഡിംഗ് ആണ്. കുറച്ച് പേർക്ക് റെസനേറ്റ് ആകാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അത്തരത്തിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകാം. നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ നിങ്ങളുടെ റീഡിംഗ് എടുക്കണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് നെഗറ്റീവ് എന്നിൽ നിന്ന് എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചിന്തിക്കാൻ വിടുക, അത്രേ ഉള്ളൂ. അടുത്തത്, ഞാനത് മനഃപൂർവ്വം ഈ റിലേഷൻഷിപ്പ് താഴെ വെച്ചതാണെന്ന് ചോദിച്ചാൽ ഇന്ന് വെച്ചത് അതെ, തീർച്ചയായിട്ടും വെച്ചതാണ്. കാരണം എല്ലാവർക്കും തിടുക്കം റിലേഷൻഷിപ്പിനെ പറ്റി അറിയാനാണ്. ലവ് ഭയങ്കര ഫാസ്റ്റ് അടിച്ചിങ്ങോട്ട് കണ്ട് നമ്മളിലേക്ക് എത്തിയോ, ആ ഒരു രീതിയിലാണ് ആൾക്കാർ ആ ഒരു കാര്യം അറിഞ്ഞ് ഓടിപ്പോയി കഴിഞ്ഞു, ആ ഒരു രീതിയിൽ. അപ്പോൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിപ്പോൾ ആ വ്യക്തിയെ തിരിച്ചു വരുമോ, അയാളുടെ സ്നേഹ സത്യസന്ധാണോ, അങ്ങനെ എന്തൊരു കാര്യത്തിന് വെച്ച് വേണമെങ്കിലും ഇനിയും കാത്തിരിക്കണോ, ഫ്യൂച്ചറുണ്ടോ, അങ്ങനെ ഒരുപാട് ചോദ്യമുണ്ട്. കാരണം നമ്മളിലേക്ക് വരുന്നത് കൂടുതൽ ഇത്തരം ചോദ്യങ്ങളായതുകൊണ്ട് എനിക്ക് ചെറുപറാന്ന് പറയാൻ പറ്റും. മൂന്നാമതൊരാളുണ്ടോ, അവിഹിത ബന്ധമുണ്ടോ, ഇതുണ്ടോ ഒക്കെ വരും. അപ്പം അങ്ങനെ ഏതൊരു തരത്തിലുള്ള ചോദ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാം. തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തിരിക്കുക, നല്ലപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, നല്ല രീതിയിൽ ആ വ്യക്തിനെ പറ്റി ചിന്തിക്കുക, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക. കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടണേ എന്നും പ്രാർത്ഥിക്കാം. റിലേഷൻഷിപ്പിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, വ്യക്തികൾ തിരിച്ചു വരുമെന്നോ അങ്ങനെ എല്ലാം കോമൺ ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യനെയും വെച്ച് നോക്കാം. ഞാൻ കാർഡ് ഷഫിൾ ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടെങ്കിലേ അതിനുള്ളൊരു ആൻസർ നമ്മൾ പോസിറ്റീവും പറയും നെഗറ്റീവും പറയും. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്, യെസ് എന്നാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇതാണ്. 1 എന്നൊരു നമ്പർ വരുന്നുണ്ട്. എന്തൊരു ചോദ്യമാണെങ്കിലും അതിൻ്റെ ഒരു ആൻസർ യെസ് എന്ന് തന്നെയാണ്. ഒരു പുതിയ പ്രോജക്റ്റ്, ഇപ്പോൾ ഒരു റീയൂണിയൻ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്, നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നത്, പരസ്പരം എന്താ പറയുക, നിങ്ങളുടെ ആ പ്രശ്നങ്ങളെല്ലാം മാറി നിങ്ങളുടെ ഒരു ആഗ്രഹം എന്താണോ അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നത്. പണ്ട് നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും തുറന്നു പറഞ്ഞോ, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതിരുന്നതിന് പലതിനും തീരുമാനങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്കൊരു പവറും കാര്യങ്ങളും ഒരുപാട് സാധ്യതകളൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ തെളിഞ്ഞു വന്ന് നിങ്ങളുടെ ഇഷ്യൂസ് എല്ലാം മാറി ഒരുപാട് അവസരങ്ങൾ കണ്ടുമുട്ടാനാകാം. വീണ്ടും നിങ്ങൾക്കിത് വരാനായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഗ്രോത്തിന് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ കാത്തിരുന്നൊരു ചോദ്യം ഏതാണെങ്കിൽ അതിനുള്ള ആൻസർ യെസ് എന്നാണ്, ബിഗ് യെസ്. ഓക്കെ, 1 എന്നൊരു നമ്പർ വരുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ തരത്തിലും വളരെ പോസിറ്റീവാണ്. മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ എന്തൊക്കെ തരം ആഗ്രഹങ്ങളാണോ അതിനെല്ലാം സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ളതാണ്. അതിന് കിട്ടിയ മറുപടിയും പോസിറ്റീവായിട്ട് തന്നെയാണ്. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ 4 ടോപ്പിക്ക്, ഞാൻ ലവിനെ പറ്റി അധികം പറയാതെ ഞാൻ പിന്നെ പറയണ്ട, നിങ്ങൾ ആഗ്രഹിച്ച ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. കാരണം നമ്മളുടെ റീഡിങ് എടുക്കാൻ പലരും വരുമ്പോൾ ഡും എന്ന് പറയുക ഓപ്പറേഷൻ തിയേറ്റർ പോലെ സൗണ്ട് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ നോയാണ് പറയുന്നതെങ്കിൽ ഓപ്പോസിറ്റ് ഒന്നും മൗനായിരിക്കും, എന്താ പറയുക, നമ്മൾ മരണ വീടായിരിക്കും. ചിലപ്പോൾ ഒരു യെസ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ആദ്യത്തെ ചോദ്യം പലരും ചോദിക്കാൻ വരുമ്പോൾ ഫസ്റ്റ് ഒരു 3 ക്വസ്റ്റ്യൻ എടുത്തവരാണെങ്കിൽ ആദ്യം ചോദിക്കുക ആ വ്യക്തി തിരിച്ചു വരുമോ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇല്ല എന്നാണ്, കാരണം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ കംപ്ലീറ്റ് അവരുടെ ഫ്ലോ പോയി, 2 ക്വസ്റ്റ്യനൊക്കെ മറന്നുപോയി.
നേരെ മറിച്ച് ആദ്യത്തെ ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്നാണെങ്കിൽ പിന്നെ അവർക്ക് ചോദ്യം ഉണ്ടാവില്ല. ആ ചേട്ടൻ തിരിച്ചു വന്നു അല്ലെങ്കിൽ ചേച്ചി തിരിച്ചു വന്നു, പിന്നെ എന്ത് ചോദ്യം എന്നൊരു രീതിയിലാണ്. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഉണ്ട്, താല്പര്യമുള്ളവർ വരാം. പോസിറ്റീവും പറയും നെഗറ്റീവും പറയും. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത രീതിയിലുള്ളൊരു ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിതിങ്ങനെ ഡെയിലി ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിലും നമുക്ക് ഒരു കാർഡ് എടുക്കാം. വേണമെങ്കിൽ ക്രമേണ നമുക്കത് 2 കാർഡാക്കാം, 3 ആക്കാം. ലെങ്ത് ആവും. അപ്പോൾ എല്ലാവർക്കും അതിന് ക്ഷമ ഉണ്ടാവില്ല. അങ്ങനെ ലെങ്ത്ത് വരുമ്പോൾ ആൾക്കാർ ഹെൽത്തും കരിയറും പണിയൊന്നുമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് റിലേഷൻഷിപ്പാന്ന് പറഞ്ഞാൽ ആദ്യം റിലേഷൻഷിപ്പിലോട്ട് പോകും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഹെൽത്ത് വേണം. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. കരിയർ വേണം, ജോബ് വേണം, അതുണ്ടെങ്കിലേ കാശ് ഉണ്ടാവുള്ളൂ. കാശുണ്ടെങ്കിലേ റിലേഷൻഷിപ്പ് ഉണ്ടാവുള്ളൂ. കാശില്ലാത്തവനെ ആരും വില മതിക്കില്ല, ഇല്ലാത്തവനെയും ഇല്ലാത്തവളെയും. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പിൽ പൈസ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഒരു അടിച്ചുപൊളി പാർട്ടിക്ക് പോകണമെങ്കിൽ തന്നെ കാശും പോകും. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് പോകണമെങ്കിൽ ഇത് മൊത്തം എല്ലാം വേണം. അപ്പോൾ നിങ്ങൾ റീഡിങ് കാണുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കാണാം. ഒരു കാർഡ് മാത്രം എടുക്കുന്നത്, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇപ്പോൾ ഒരു മണി മാറ്ററിൽ നമ്മളന്ന് ആ വീഡിയോ കാണുമ്പോൾ ഓക്കെ ഇന്ന് നിങ്ങൾക്ക് ഇതിനുള്ളൊരു സാധ്യതയുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കും. അതാണ് ഗൈഡൻസ്. ഓക്കെ, കരിയറിൽ ഓക്കെ എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാൻ ഓക്കെ ഞാനങ്ങനെ കേട്ടേണ്ട അറിയാതെ ആണെങ്കിലും കുളിക്കാൻ നിൽക്കുമ്പോഴാണെങ്കിലും കേട്ടു. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചേക്കാം. അതൊരു ഇതാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ സമയത്ത് എന്തൊക്കെ പാട്ട് കേൾക്കാം, അഴുകയിലയിലെ ഒരു പാട്ട് കേൾക്കാം. ആ സമയത്ത് നിങ്ങൾ എൻ്റെ വീഡിയോ കേൾക്കണമെങ്കിൽ അതിൻ്റെ ഒരു കാരണമുണ്ട്, ഹെൽത്തിലും എന്തിലും. അപ്പം അങ്ങനെ പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക. ഓക്കെ, ഹെൽത്ത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് മിഷാനിക്ക് ആശുപത്രി ഉണ്ടെന്ന് പറയരുത് കേട്ടോ. ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ പുതിയ ടോപ്പിക്ക് പറയാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നവരെ ബൈ ഫ്രം മിഷാനി.